ഹായ് ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേര നൈറ്റ് മാർക്കറ്റിലെ നമ്മുടെ അഞ്ചാമത്തെ ലാസ്റ്റ് സെക്ഷൻ. ഈ ലാസ്റ്റ് സെക്ഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിയൻ മെട്രോ സ്റ്റേഷൻ നമ്മൾ കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടന്നിട്ട്, ഫ്രണ്ട് മീൻസ് ഓപ്പോസിറ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാം അത് ബിഗ് നൈറ്റ് മാർക്കറ്റോ. അവിടേക്ക് നമ്മൾ സിഗ്നലും കാര്യങ്ങളൊക്കെ നമ്മൾ പക്ക പ്രോപ്പറായി ശ്രദ്ധിച്ചിട്ട് പോകണം. കാരണം അവിടെ CIDs കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെക്കിങ്ങുള്ള സ്ഥലം. ഇൻ കേസ് നമ്മൾ സിഗ്നലോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഓടി റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ഫൈൻ കിട്ടും. ഐ തിങ്ക് സിഗ്നൽ നോക്കാതെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് കിട്ടാവുന്ന ബില്ല് എന്ന് പറയുന്നത് തന്നെ 400 ആയിരിക്കും. സോ ആ 400 വെറുതെ കളയാതെ മാക്സിമം ശ്രദ്ധിക്കാം. നമ്മൾ അവിടേക്ക് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്താ മെയിൻ കമ്മല്, മറ്റേ സ്റ്റഡ് അടിക്കണം മെയിൻ ഏരിയ. അങ്ങനെ ഞാനും ആളും കൂടി അവിടെ വന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മാളുവിന് ഒരു ഡൗട്ട്, സ്റ്റഡ് അടിക്കണോ വേണ്ടയോ എന്നുള്ളത്. സോ മാളു അത് അവിടേക്ക് തന്നെ ആദ്യം കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റഡ് അടിക്കാൻ പറ്റൂല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്നു. പിന്നെ നമ്മളിത് പെർഫ്യൂംസ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ പെർഫ്യൂംസ് മാളൂര് ഏതോ ഒരു പെർഫ്യൂം ഇഷ്ടപ്പെട്ടു. അതെല്ലാം ബ്രാൻഡഡിന്റെ കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ആയതുകൊണ്ട് നമ്മൾ നോക്കിയില്ല, കാരണം പെർഫ്യൂം ആയതുകൊണ്ട് റിസ്ക് എടുത്തില്ല. അതെ വീണ്ടും തന്നെ മാളൂതേ ആ സ്റ്റഡ് അടിക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി. അവള് ഒരു സ്റ്റഡ് ചൂസ് ചെയ്തു. എന്നോട് കുറെ സജഷൻ ചോദിച്ചു, അച്ചു ഞാൻ ഇങ്ങനത്തെ സ്റ്റഡ് അടിച്ചോട്ടെ, എങ്ങനെയുണ്ട്, എന്താവും, അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു ഓക്കെ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ അടിച്ചോ, ഇല്ലെങ്കിൽ വേണ്ട, എന്റെ ഇഷ്ടം നീ നോക്കണ്ട. കാരണം അത് അവളുടെ ചോയ്സ്, സ്റ്റഡ് അടിക്കണതും കാര്യങ്ങളും. എനിക്ക് സ്റ്റഡ് അടിക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായി. സോ ഞാനത് അവളോട് ചോദിച്ചില്ല, ഞാൻ പോയി സ്റ്റഡ് അടിച്ചു. അവൾക്ക് സ്റ്റഡ് അടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവളോട് അടിച്ചോളാൻ പറഞ്ഞു. ബട്ട് അലമ്പായി ഇങ്ങനെ ഏടായിന്നുണ്ടെങ്കിൽ എന്നോട് പറയരുതെന്നും കൂടി ഞാൻ അവളോട് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് മാള് പറഞ്ഞു വേണ്ട. അവളും ഡബിൾ മൈൻഡിൽ തന്നെ നിൽക്കണത്. സോ നമ്മളതെ അവിടുന്ന് വീണ്ടും നടന്നു. അവിടുത്തെ ലൈറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വാഹു എന്താ രസം. പിന്നെ അതെ നമ്മള് അടുത്തേക്കോടെ പോകുമ്പോൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. സോ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ തൗസൻഡ്സ് ഓഫ് ഡിഷസ് അവിടെ ഉള്ളതാണ്. അവിടെ ഓരോരോ വെറൈറ്റി ഡിഷുകൾ അവർ കുക്ക് ചെയ്യണതും അതിന്റെ സൗണ്ട് മേ ബി നമുക്ക് കേൾക്കാൻ പറ്റും ക്യാമറയിൽ കൂടെ. ബട്ട് എന്റെ മോനെ എന്താ രസം. അതിന്റെ അടുത്തേ കൂടെ പോകുമ്പോൾ തന്നെ വേണ്ട ഒന്നും കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചാൽ ഞാൻ പോയത്. പക്ഷെ അതിന്റെ സ്മെല്ലൊക്കെ സിറ്റിയപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ഒരു ഡിഷസ് വാങ്ങിച്ച് കഴിക്കാണ്. പക്ഷെ ഡിഷസ് കഴിക്കണതിന്റെ കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ഇപ്പൊ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റമദാൻ മന്ത് ആയതുകൊണ്ട് നമ്മളത് പ്രൊമോട്ട് ചെയ്യണില്ല, അതുകൊണ്ടാണ്. സോ അങ്ങനെ അതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പൊ വാച്ചസ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ബ്രാൻഡഡ് വാച്ചസിന്റെ കോപ്പി. നിങ്ങൾക്ക് ഫെറാരിയുടെ സ്കാറോ അത് വേണോ, ഏത് ടൈപ്പ് വാച്ചസ്, കാഷിയോ വേണോ, അഡിഡാസിന്റെ വേണോ, ഏതിന്റെ വേണോ, എല്ലാം ജി ഷോക്ക് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് ഒരിക്കലും മനസ്സിലാവാത്ത രീതിയിലുള്ള വാച്ചസ് ആണ് ഇവിടെ ഉള്ളത്. സോ അങ്ങനെ ദേ മാളു ഒരു ഡ്രസ്സ് കടയിൽ കയറി, അവൾക്ക് ഇഷ്ടപ്പെട്ടു, അവളതേ അത് ചൂസ് ചെയ്യാൻ നിൽക്കുക. സോ ഇതേപോലെ നിങ്ങൾക്കും ഡ്രസ്സുകളോടോ വാച്ചുകളോടോ ബ്രാൻഡഡ് സാധനങ്ങളോടോ ക്രേസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ്. സോ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ കുറച്ചും കൂടി ഈ മാർക്കറ്റ്, കാരണം ഇതൊരു വലിയ മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ചെറിയൊരു 4 മിനിറ്റിലോ ഇത് ഒതുങ്ങില്ല. അതുകൊണ്ട്